അത് നിരവധി പേരാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത കേരളത്തിന്റെ ഒരു പ്രതീകം, മനുഷ്യ മനസാക്ഷിയുടെ മനുഷ്യസ്നേഹത്തിന്റെ ഒരു പ്രതീകം തന്നെ അത്തരത്തിൽ സന്നദ്ധ രംഗത്തുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി. എല്ലാവരും സ്തുത്യർഹമായ സേവനമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തിരുന്ന ചില മനുഷ്യർ എൻ്റെ ഒപ്പമുണ്ട്. അവർ ഈ തിരച്ചിലിൽ കിട്ടുന്ന മൃതദേഹഭാഗങ്ങൾ അത് കഴുകിയിരുന്നവരാണ്, കഴുകി അത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിച്ചിരുന്നവരാണ്. അവരുടെ അനുഭവം വല്ലാത്തതാണ്, ഉള്ളുലയ്ക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ അത്രയും ഈ ഒരു അനുഭവം, ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് വെറും അനുഭവമല്ല, ഈ ജീവിതകാലത്ത് നമ്മൾ ഇതുവരെ കാണാത്ത, ഇനിയൊട്ട് കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവമാണ്. ഈ ദുരന്തം ഉണ്ടായ ഉടനെ ചൊവ്വാഴ്ച വെളുപ്പിനാണല്ലോ ഉണ്ടാകുന്നത്, 30-ാം തീയതി. അന്നു മുതൽ 5-ാം തീയതി വരെ ഈ ബോഡികളും അതുപോലെ തന്നെ ബോഡി പാർട്സ് ഒക്കെ എത്തി ക്ലീൻ ചെയ്യുന്നിടത്തായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. തീർച്ചയായും വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അതിലൊരു വലിയൊരു ഗുണപാഠം മനുഷ്യനൊന്നുമല്ല, നമ്മൾ പല കഴിവുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ നിസ്സാരന്മാരും അതുപോലെ തന്നെ നിസ്സഹായരുമാണ് എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ അനുഭവങ്ങളും. അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ എന്തോ വല്ലാത്തൊരു ധൈര്യം ആ സമയത്ത് കിട്ടിയിരുന്നു. പല ആളുകളും ആ ഒരു രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും അതിന്റെ ഒരു അവസ്ഥയും മറ്റൊക്കെ കണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല്ലൊന്നും സഹിക്കാൻ കഴിയാതെ വിട്ടുമാറി നിന്നിട്ടുണ്ട്. എന്നാൽ യൂണിറ്റി വളണ്ടിയേഴ്സിനോടൊപ്പം മറ്റു പല സംഘടനകളുടെ വളണ്ടിയേഴ്സും അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും വളരെ നിസ്വാർത്ഥമായുണ്ട്. ഇത്രയും ദിവസം അവരൊന്നും ഒരു ഫോട്ടോക്ക് മുമ്പിലോ ക്യാമറക്ക് മുമ്പിലോ ഒന്നും വന്നിട്ടില്ല. കാരണം അവർ അത്രയും കാര്യക്ഷമമായ ഒരു പ്രവർത്തനം അവർ ചെയ്തുകൊണ്ടിരുന്നത്. ബോഡി അല്ലെങ്കിൽ ഒരു ബോഡി പാർട്സ് അവിടെ എത്തിയെന്ന് അറിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് അതിന് ചുറ്റും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബന്ധുക്കളുടേതാകണമേ എന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം കൊണ്ട്. ആ ബോഡിയിൽ അതിന്റെ കയ്യിൽ ഇന്നതുണ്ടായിരുന്നോ, അല്ലെങ്കിൽ കാലിൽ ഇന്ന അടയാളം ഉണ്ടായിരുന്നോ, മുഖത്ത് ഇന്ന അടയാളം ഉണ്ടായിരുന്നോ, ശരീരം ഓരോ ഭാഗത്ത് അവർക്കറിയുന്ന അടയാളങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെയാണ് അതിനുള്ളൊരു അത് ആ ബോഡി വാഷ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? ഓരോ രക്ഷിതാക്കളെ കിട്ടുമ്പോഴും അത് എൻ്റെ രക്ഷിതാവാണ്, അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും ചിന്തിക്കാൻ പോലും ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടാണ് ഓരോ ബോഡിയോടുള്ള ആ ഒരു ചെയ്യേണ്ട, എങ്ങനെയാണോ അത് പവിത്രമായിട്ട് അവർ വേണ്ടപ്പെട്ടവർ കാണുന്ന സമയത്ത് അതിനെ എങ്ങനെ നന്നാക്കി കാണാൻ പറ്റും എന്ന രീതിയിൽ നമ്മളതിനെ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഏത് ദിവസം കിടന്നുറങ്ങുന്ന സമയത്തും മനസ്സിലൊരു ആളോടും ഒരു വെറുപ്പോ വിദ്വേഷമോ വെച്ച് ഉറങ്ങരുത് എന്നുകൂടി മുണ്ടക്കൈ ചൂരൽമല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ഫയർഫോഴ്സ് തെരച്ചിലിന്റെ ഭാഗമായ ചില ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സും അതുപോലെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് ഈ ഗർഭപാത്രം, അതിൽ കുഞ്ഞിന്റെ ഭ്രൂണം, അതൊക്കെ നമ്മളത് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ സാധാരണഗതിയിൽ നമുക്ക് മനുഷ്യൻ ഇത്രമാത്രം ആദരിക്കപ്പെട്ടവനാണെന്ന് പറയാറുണ്ടല്ലോ. അതിൽ ഒരു ആംബുലൻസ് ഓടി വന്ന് നമ്മളൊരു ബോഡി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടായിരിക്കും എന്ന് പറഞ്ഞ പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു സ്കൂളിലേക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്ന ടിഫിൻ പാത്രമല്ലേ, ആ ടിഫിൻ ബോക്സ് ആണ് കൊണ്ടുവരുന്നത്. അത് നേരെ കൊണ്ടുവന്നിട്ട് നേരെ ഏൽപ്പിച്ചത് നമ്മുടെ സെയിൽസാർ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത്. അത് ഒരു കിഡ്നി ആയിരുന്നു. കിട്ടിയതിൽ തന്നെ ചിലതൊക്കെ എന്തുണ്ടായിരുന്നു, മൃഗങ്ങളതൊക്കെ ഉണ്ടായിട്ട് ഒരു 6 മറ്റോ എന്താക്കിയിട്ടുണ്ട്, മൃഗങ്ങളതാണെന്ന് പറഞ്ഞ് മാറ്റിയിരുന്നു. അതും നമ്മൾ ഈ പരിഗണന കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെതാണ് എന്ന പരിഗണന കൊടുത്തു തന്നെ അതിന് ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ്, വിഷമങ്ങളുണ്ട്, പ്രയാസം, സഹോദരന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോഴുള്ള പ്രയാസം. ഞാൻ 180ഓളം മൃതശരീരങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ട്, 150 കൂടുതൽ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലിപ്പോഴും നിൽക്കുന്നത് ജലീൽ സാർ പറഞ്ഞ ഒരു കുട്ടിയുടേതാണ്. ആ മുടിയും ഫ്രണ്ടിലോട്ട്, എനിക്ക് ആ പ്രായത്തിലുള്ളൊരു മോളുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനത് പോകുന്നില്ല. മുടി മുന്നിലേക്ക് മുടഞ്ഞിട്ടിട്ടുണ്ട് 2 ഭാഗത്ത്. ഇതിൻ്റെ ബണ്ണിട്ടിട്ട് ചുവന്ന ബണ്ണിൽ വെള്ള മുത്തുകളുണ്ട്, അത് മാത്രം പുറകിലോട്ടും. അതിനല്ലാതെ മറ്റു ബോഡികളുടെ എല്ലാ ഓർമ്മകളും എനിക്ക് മെമ്മറിയിലില്ല. പക്ഷെ ആ ഒരു കുഞ്ഞിൻ്റെ ബോഡി മാത്രം അതെല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ബോഡി എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു ബോഡി വന്ന് നോക്കുമ്പോൾ, തുറന്ന് നോക്കുമ്പോൾ തലഭാഗമല്ല. അപ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നത് തലയാണ്. അത് കാണാത്തതിൻ്റെ പേരിൽ നമ്മൾ നോക്കുമ്പോൾ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകൻ പറയുന്നത് ഇതാ കാല് തൊടഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്ന്. എടുത്തു നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ തല. കാരണം ഒരു തല മാത്രം എടുത്തൊരു കഴുത്തിലേക്ക് വെക്കുന്ന ഒരു രംഗം, അത് വല്ലാത്തൊരു അനുഭവമാണ്. ബോഡി പാർട്ട് ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ നമുക്ക് തൂക്കി പിടിക്കാൻ രീതിയിലാണ് കൊണ്ടുവന്നത്. അത് നമ്മളെ രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ പോലും നമ്മളെ ഭയപ്പെടുത്തിയെന്ന് കുറച്ചിതിൽ എന്നെ ഭയങ്കരോളം മനസ്സിൽ തട്ടിയൊരിതാണ്. ആ ബോഡിക്ക് തല ഉണ്ടായിരുന്നില്ല. ബോഡി തിരിച്ചിട്ടപ്പോൾ തലയോട്ടിയൊന്നുമില്ല, തലേൻ്റെ ഒരു തൊലി എന്നുള്ളൊരു ഇതിൽ മാത്രമേ നമുക്ക് ആ ബോഡി അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതൊരു ശ്വാസകോശം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ലങ്സ്.
നമുക്കൊരു കയ്യിലൊതുങ്ങുന്ന ഒരു ചെറിയൊരു കുട്ടീൻ്റെ ആയിരിക്കും 10-12 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഒരു ലെങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ ദയനീയമായിട്ടാണ് അച്ഛൻ തെരഞ്ഞു വരിക, മകനെ തെരഞ്ഞു വരുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ പറഞ്ഞാൽ മക്കളെ എന്താണ് ചേർത്തിട്ട് അങ്ങനെ മനസ്സിലാകുന്നില്ല.